നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല ജാനകി. ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ബുദ്ധിപൂർവ്വ സൂര്യ ഇടപെട്ടിരിക്കുന്നത്. ഭാവനയും കുടുംബത്തെ ഇറക്കി വിടാതിരിക്കാൻ വേണ്ടി സൂര്യ പ്രകാശ് മേനോന് കാശ് കൊടുത്തിരിക്കുന്നത് എത്രയാണെന്നറിയോ? എത്രയാ? 10 ലക്ഷം രൂപ. അതെന്തിനാ? ആ സൂര്യക്കെന്ന തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഉണ്ടല്ലോ. അതാണ് പ്രേമം. ഭാവനയോട് അവനുള്ള മുടിഞ്ഞ പ്രേമം. അതുകൊണ്ടാണല്ലോ നമ്മുടെ മോളെ പോലും അവൻ തഴഞ്ഞത്. ഇനി മുതൽ ഭാവനയുടെ കയ്യിൽ നിന്നും വാടക വാങ്ങിക്കരുതെന്നും സൂര്യ പറഞ്ഞിട്ടുണ്ടെന്നാ പ്രകാശ് മേനോൻ പറഞ്ഞത്. അപ്പൊ പിന്നെ പ്രകാശ് മേനോനെ കുറ്റം പറയാൻ പറ്റില്ല പപ്പേട്ട. 10 ലക്ഷം രൂപയൊക്കെ ഒറ്റയടിക്ക് കിട്ടുകയെന്ന് വെച്ചാ നിസ്സാര കാര്യമാണോ? കോടികളുടെ ആസ്തിയുള്ള സൂര്യക്ക് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരമല്ലേ പപ്പേട്ട? അതൊക്കെ അനുഭവിക്കാനും വേണം ഒരു ഭാഗ്യം. നമുക്ക് നമ്മുടെ മോക്കും ആ ഭാഗ്യം ഇല്ലാതെ പോയി. ഇല്ല ജാനകി, നമുക്കും നമ്മുടെ മോൾക്കും കിട്ടാത്ത ഭാഗ്യം ഭാവനയ്ക്കും അവളുടെ കുടുംബത്തിനും ഒരിക്കലും കിട്ടാൻ പാടില്ല. അതെന്ത് വില കൊടുത്ത് ഞാൻ തടയും. അതിങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പപ്പേട്ട. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ തന്നെ ഈ വിവരം ജയനിർമ്മലെ വിളിച്ചൊന്ന് പറ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അതെ ജാനകി, അത് തന്നെയാ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. നീ കണ്ടോ. വിജയപത്മ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്ന ജയനിർമ്മലെ? നിങ്ങൾക്കെന്തോ അത്രമാത്രം കാശ് അധികം ഉണ്ടോ? മനസ്സിലായില്ല. വിജയപത്മൻ എന്താ അങ്ങനെ ചോദിച്ചത്? ചുറ്റി വളയ്ക്കാതെ കാര്യം പറയാം. ഭാവനയ്ക്ക് സൂര്യ വീണ്ടും 10 ലക്ഷം രൂപ കൊടുത്തു. എന്താ പറഞ്ഞത്? ഭാവനയ്ക്ക് സൂര്യ 10 ലക്ഷം രൂപ കൊടുത്തെന്നോ? വിജയപത്മനോട് ഇതാരാ പറഞ്ഞേ? കാശ് കൈനീട്ട് വാങ്ങിയ ആള് തന്നെയാ. ഭാവനയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ ഉടമ പ്രകാശ് മേനോൻ. അയാള് തന്നെയാ ഈ വിവരം എന്നോട് പറഞ്ഞത്. അല്ല വിജയപത്മ, സൂര്യ അയാൾക്ക് എന്തിനാ കാശ് കൊടുക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഭാവനയും കുടുംബത്തെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഞാനൊരു കളി കളിച്ചതാ ചെയ്തേ. പക്ഷേ സൂര്യ ഇടപെട്ട് അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കി. സൂര്യക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ലോകത്ത് ഒരുപാട് പേര് പ്രണയിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കാശിനെ മാത്രം പ്രണയിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇല്ല വിജയപത്മ, ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഒരു കാര്യമില്ല ജയനിർമ്മലെ. ഇതിപ്പോ ആദ്യമായിട്ടല്ലല്ലോ സൂര്യ ഭാവനയ്ക്ക് കാശ് കൊടുക്കുന്നത്. കുറച്ചു ദിവസത്തിന് മുമ്പ് ആ നാഗേന്ദ്രന് സൂര്യ ബ്ലാങ്ക് ചെക്ക ഒപ്പിട്ട് കൊടുത്തത്. അവനും 5 ലക്ഷത്തിന് പകരം 10 ലക്ഷം രൂപ കൈക്കലാക്കിയതെന്ന് ഞാൻ അറിഞ്ഞു. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കുടുംബം കുത്തുവാള എടുക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ജയനിർമ്മലെ, ഇതിപ്പോ കൈവിട്ട കളിയാണെന്നേ ഞാൻ പറയൂ. ഇപ്പൊ തന്നെ കണക്കെടുത്ത് നോക്കിയാൽ കോടികളാവും ഭാവന ഇതുവരെ തട്ടിയെടുത്തിട്ടുള്ളത്. ഇനിയും കണ്ണടച്ചിരുന്നാലേ പറയാൻ നഷ്ടക്കഥ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരിക്കലും ഇല്ല ജാനകി, ഒരിക്കലും ഇത് ഞാൻ വെറുതെ വിടില്ല. എന്നാ പിന്നെ ഇപ്പൊ തന്നെ വേണ്ടത് ചെയ്യണം. എന്നിട്ട് ആ പ്രകാശ് മേനോന്റെ കയ്യിൽ നിന്ന് ആ കാശ് പിടിച്ചു വാങ്ങണം. അതൊന്നും വേണ്ട ചെയ്തേ. കൊടുത്ത കാശ് എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോയി സമയം കളയാതെ എത്രയും വേഗം ഭാവനയിൽ നിന്ന് സൂര്യയെ രക്ഷിക്കാൻ നോക്ക്. ഇനി ഒരു കല്യാണം കൊണ്ടേ സൂര്യയെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് എത്രയും വേഗം സൂര്യക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ നോക്ക്. അല്ലാതെ ഏത് സമയത്തും പോലീസിന്റെ കസ്റ്റഡിയിലാവാൻ നടക്കുന്ന ഭാവനയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിക്കരുതെന്ന് അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇല്ല വിജയപത്മ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇതിനൊരു തീർപ്പുണ്ടാക്കും വിജയപത്മ. ഞാൻ ഫോൺ വയ്ക്കുക. ശരി. നോക്കിക്കോ ജാനകി, സൂര്യയുടെ ജീവിതവും ഞാൻ കൊളന്നുകൊണ്ടും
ഭാവനയുടെ ജീവിതവും ഞാൻ കുളം തോണ്ടും. എന്റെ മോളുടെ ജീവിതം ഇല്ലാതാക്കിയ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. അത് വേണം പപ്പേട്ട. നമ്മളുടെ രണ്ട് മക്കളുടെയും ഭാവി ഇല്ലാതാക്കി അവളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കരുത്. പറ സൂര്യ, നീ ആരോട് ചോദിച്ചിട്ടാ ഭാവനയ്ക്ക് വീണ്ടും 10 ലക്ഷം രൂപ കൊടുത്തത്? എന്താടാ, ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നാണോ? എന്നാ നീ കേട്ടോ, നീ ഇനി രഹസ്യമായിട്ട് അവളെ എങ്ങനെ സഹായിച്ചാലും ഞാൻ അതറിയും. എന്താ ഇവിടെ പ്രശ്നം? ദേ നിൽക്കുന്ന പുന്നാരമ്മൻ, ചോദിക്കേ. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും ഇങ്ങനെ തല്ലുപിടിക്കാൻ നേരമുള്ളൂ? ഇപ്പൊ എന്താ പ്രശ്നം? ഞാനോട് അറിയട്ടെ. ഞാൻ തന്നെ പറയാം. ഇവൻ ഭാവനയും കുടുംബവും താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥന് 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിരിക്കുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ നിന്ന് താളം ചവിട്ടുക. എന്താ എന്റെ അമ്മ പറഞ്ഞത് ശരിയാണോ? അതെ അച്ഛാ, ഞാൻ ആ ഹൗസ് ഓണർക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. അത് അമ്മയുടെ കാശല്ല, എന്റെ കാശാ കൊടുത്തത്. എന്താ അത്? എന്ന് മുതലാ ഈ കാശൊക്കെ നിന്റെ എന്റെ ഒക്കെ ആയേ? അങ്ങനെ ചോദിക്കുന്നേ വേട്ടാ. ഇതൊക്കെ ഭാവനയാവും ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അമ്മേ, വെറുതെ അമ്മ ഭാവനയെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ ഈ കാശ് പ്രകാശ് മേനോന് കൊടുത്ത വിവരം ഭാവന അറിഞ്ഞിട്ടില്ല. ആ, അത് കൊള്ളാം. ഇതും അവള് പറഞ്ഞു തന്ന ബുദ്ധി തന്നെ ആയിരിക്കും. അച്ഛാ, ഭാവനയോട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ അയാൾ പറഞ്ഞപ്പോ ഭാവന വേറെ വീട് നോക്കുന്ന കാര്യം സേതുവേട്ടനാ എന്നോട് പറഞ്ഞത്. ഭാവനയ്ക്ക് ആ വീടുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് 3 ആൾക്കും നല്ലതുപോലെ അറിയാവുന്നതല്ലേ. അതുകൊണ്ടാ അവളോട് പോലും ആലോചിക്കാതെ ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഈ വിവരം അമ്മ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. അതാടാ നിന്റെ അമ്മ. നീ ഇനി എന്തൊക്കെ രഹസ്യമാക്കി വെച്ചാലും ഈ അമ്മ അത് അറിയും. അല്ല ജെ, നിന്നോട് ഈ കാര്യം ആരാ പറഞ്ഞേ? പ്രകാശ് മേനോനാണോ? അല്ല, ഭാവനയുടെ വല്യച്ഛൻ സാക്ഷാൽ വിജയപത്മൻ തന്നെയാ. എനിക്ക് തോന്നി ഇത്ര കൃത്യമായിട്ട് ന്യൂസ് അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ വിജയപത്മൻ തന്നെ ആയിരിക്കുമെന്ന്. ഇപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലായമ്മേ, പ്രകാശ് മേനോനെ കണ്ട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പ്രേരിപ്പിച്ചതും വിജയപത്മൻ തന്നെയാവും. ആണെങ്കിൽ നിനക്ക് എന്താടാ? അത് വല്യച്ഛനും മോളും തമ്മിൽ തീർത്തോളും. അവിടെ നിനക്കിടപെടേണ്ട കാര്യമുണ്ടോ? ഉണ്ടമ്മേ, ഭാവന നാളെ എന്നോടൊപ്പം ജീവിക്കേണ്ട പെണ്ണ. അപ്പൊ പിന്നെ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ. നാളെ ആക്കണ്ടടാ, ഇന്ന് മുതൽ തന്നെ ജീവിച്ചു തുടങ്ങിക്കോ. ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു തന്നോളാം. എന്താ എന്താ ചെയ്ത്? ഇവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ അതിനൊപ്പം നിനക്ക് നിൽക്കണോ? ഇവൻ പറഞ്ഞത് ദേവേട്ടനും കേട്ടതല്ലേ. വിട്ടുകളാ ജയ, വെറുതെ എന്തിനാ 1-2 പറഞ്ഞ് പ്രശ്നം കൊണ്ടാക്കുന്നേ? ഒരു അധ്യായം അടഞ്ഞപ്പോ അമ്മ മറ്റൊരു അധ്യായം തുറക്കാനുള്ള പുറപ്പാടില്ല അച്ഛാ. പക്ഷെ അത് എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ നിന്നെ അങ്ങ് വിട്ടുതരാം, കാത്തിരുന്നു. ഇപ്പൊ തന്നെ പല തവണയായി നീ ലക്ഷങ്ങളാ ഭാവനയ്ക്ക് കൊടുത്തത്. അതൊന്നും ഈ ജന്മത്തെ തിരിച്ചു കിട്ടാനും പോകുന്നില്ല. തിരികെ വാങ്ങാൻ വേണ്ടിയല്ലമ്മേ ഞാൻ ഭാവനയെ സഹായിക്കുന്നത്. ഇനിയും ഞാൻ അവളെ സഹായിക്കും. എന്റെ പല ബിസിനസ്സിലും വഴികാട്ടിയായവളാ ഭാവന. അതിലൊന്നും ലാഭമല്ലാതെ ഒരു നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോ നീ നിന്റെ പഠിപ്പും അധ്വാനവും കൊണ്ടല്ല എല്ലാം നേടിയത്. നല്ലൊരു വഴികാട്ടിയില്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഒരു കാര്യമില്ലമ്മേ. എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള ധാരാളം പേര് ഈ മേഖലയിലുണ്ട്. അവരൊക്കെ എന്താ എന്നെ പോലെ ബിസിനസ് രംഗത്ത് ശോഭിക്കാത്തത്? ഇവനീ പറയുന്നതിലും കാര്യമില്ല ജയ. നീ പോലും പലതവണ സൂര്യയെ ബിസിനസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഭാവനയുടെ ഒറ്റ നിർബന്ധത്തിലാ അവനിത് ചെയ്തേ.